എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതെന്താ കൈക്കോട്ടും പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന അറിയില്ലേ, കിണർ ക്ലീൻ ചെയ്യലാണ്, അതിൻ്റെ പാത്രങ്ങളാണത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിണർ ക്ലീൻ ചെയ്യണതാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് കിണർ, എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ്. കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, ഫുള്ള് കൊടുത്തിട്ടില്ല. ഫുള്ള് ഇട്ട ലെങ്തായ വീഡിയോ ആവും. അപ്പം നമ്മൾ കുറച്ച് കട്ടാക്കിയിട്ടാണ് ഇട്ടണത്. അങ്ങനെ അപ്പോൾ കയറൊക്കെ കെട്ടി കിണറിൻ്റെ ഉള്ളിലേക്ക് ഏണിയൊക്കെ വെച്ച് ഇറങ്ങുകയാണ്. ചെടി കുപ്പ പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കിണറിൻ്റെ അടിയിലുള്ള ചേറ് ചളി വെള്ളം ആദ്യം മോട്ടറിട്ട് ഫുള്ള് അടിച്ച് പുറത്തേക്ക് ആക്കി, അതിന് ശേഷം ആണ് ഏണി വെച്ച് ഇറങ്ങി അതുമ്മൽ ഏണിയിൽ നിന്ന് പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്യണത്. വെള്ളം അടിയിലായ ഒരു ചേറിൻ്റെ വാസനയും മണമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്കാവും വെള്ളം. നല്ല കളറും തെളിഞ്ഞ വെള്ളമാവും. അല്ലെങ്കിൽ ഇങ്ങനെ കലങ്ങൽ മാതിരി ഉണ്ടാകും വെള്ളം. പക്ഷെ എല്ലാവരുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ കിണറ്റിലത്തെ വെള്ളത്തിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ക്ലീൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ പറിച്ച് 4 പുറം ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീടുമാരിൻ്റെ വൃത്തി കിണറും വൃത്തി വേണ്ടേ. പിന്നെ പൊന്തൊക്കെ മുളച്ചങ്ങനെ വിടണമെങ്കിൽ അങ്ങനെ വിടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു കുപ്പയൊക്കെ ആയിരിക്കും വീണ്, പൊന്തിയും കുപ്പിയുടെ ഇല ഫുള്ളായിരിക്കും വീണ്, അതൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ പുല്ലൊക്കെ മുഴുവനും പറിച്ച് കഴിഞ്ഞു പറിച്ചുള്ളിലേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മളല്ല അവർ കിണർ ക്ലീൻ ചെയ്യണവർ നല്ല വെള്ളം അടിച്ച് വിടുകയാണ്. കിണറ്റിലെ വെള്ളം തന്നെ മോട്ടർ ഇട്ടിട്ട് അതിന് 4 പുറം അടിച്ച് വൃത്തിക്കടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റി അടിച്ചിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് വെള്ളം. 4 പുറം അടിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ കിണർ സൂപ്പറാവും. എല്ലാ അഴുക്കുകളും ചെളികളൊക്കെ ഉള്ളിലേക്ക് വീണു, കുപ്പയും ഒക്കെ. അങ്ങനെ 4 പുറം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അടിപൊളി സൂപ്പറായിട്ട് ചുറ്റും ക്ലീനായി. കണ്ടോ? ഞാൻ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കിണറൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ മഴ പെയ്ത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ച് തീർക്കുകയൊക്കെ വേണ്ടേ. അടിച്ചാൽ പറ്റില്ല, പിന്നെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാണ്. വെള്ളം കയറുന്നതിന് മുമ്പേയാണ് കിണർ ക്ലീൻ ചെയ്യുക. അതും കൂടി പറയുകയാണ്. മഴ പെയ്താൽ കിണറ്റിൽ വെള്ളം കൂടും. 2-3 മഴ നല്ലോണം പെയ്താൽ കിണറ്റിൽ വെള്ളം പെട്ടെന്ന് കൂടും. അപ്പോൾ പിന്നെ നമുക്കത് അടിച്ച് വറ്റിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് ആവും കൊണ്ട് വെള്ളം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വറ്റിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ്. നല്ല വൃത്തിക്കായി സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ അടിച്ച് 4 പുറം ചുറ്റിക്ക് അടിച്ചു കൊടുത്ത് വൃത്തിയായി. അതിൻ്റെ ശേഷം നമ്മുടെ കിണറൊക്കെ മൂടി വെച്ചാടുന്ന കമ്പിയുണ്ട്, അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു.
എന്നിട്ടാണ് അതൊക്കെ ചെയ്ത് വീണ്ടും അത് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ടൈറ്റ് ആക്കുകയാണ്. കുറച്ചൊക്കെ ലൂസുണ്ട് അതിൻ്റെ വെള്ളം അങ്ങനെ വലിച്ച് കയറ്റുന്ന കപ്പിയൊക്കെ. അപ്പോൾ അതൊക്കെ സെറ്റാക്കുകയാണ്. അതുകൊണ്ട് വെള്ളം പോണത് കിണറ്റിലെ വെള്ളം പോയി കൊണ്ടേ ഇരിക്കണം. അടിച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് അടിച്ച് കളയുകയാണ് കലങ്ങിയ വെള്ളം. അപ്പോൾ അങ്ങനെ കിണറിൻ്റെ ഉള്ളിലേക്ക് ആൾ ഇറങ്ങി. ഏണിയിൽ കൂടെ തന്നെ ഇറങ്ങി. ഏണിയെന്ന് പറയും, കോണിയെന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ ശരിക്കുള്ളത് അറിയില്ല. ഏണിയെന്ന് ഞങ്ങൾ പറയുക. ഏണി വെച്ച് ആളിറങ്ങി 4 പുറം അവർ കപ്പും കൊണ്ട് വെള്ളം അടിച്ച് വിടുകയാണ്, ക്ലീൻ ചെയ്യുകയാണ് ഉള്ളിൽ കൂടെ നല്ല വൃത്തിക്ക്. വെള്ളം അടിച്ച് മേപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചേറും ചളിയും മണ്ണും ഒക്കെ പാടെ നമ്മൾ അവരതിന്ന് വലിച്ച് ഒരു പാത്രങ്ങൾ ഇറക്കും. അതിലേക്ക് കോരിയിട്ട് വലിച്ചെടുക്കുക ചെയ്യുക. ആൾ ഉള്ളിലിറങ്ങിയിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ വെള്ളം കലങ്ങി മറിഞ്ഞ വെള്ളം അങ്ങനെ പോണ്. ചളിയും വെള്ളവും ഉള്ളിൽ തഴുക്കാണ്. പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മോട്ടർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചളിയും ചേർക്ക് എടുക്കാനുള്ള അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റപ്പ്. അങ്ങനെ കണ്ടോ ചളിയും ചേറും ഒക്കെ കയറ്റാനുള്ള കപ്പിയും കയറും സെറ്റപ്പാക്കി. അങ്ങനെ കപ്പി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കപ്പിയല്ല, പാത്രങ്ങൾ ക്ലീൻ ചെയ്യണതൊക്കെ അതിൽ വലിച്ച് വാരിയിടും, കുപ്പയും ചളിയൊക്കെ. അപ്പോൾ അതിനുള്ള പാത്രങ്ങൾ ഇറക്കി കൊടുക്കുകയാണ്. ഞാൻ അതൊന്ന് മെല്ലെ വലിച്ച് പുറത്തേക്ക് ആക്കുക. കപ്പി വഴിയെ വലിച്ചെടുക്കണം. കണ്ടോ ചേറും ചളി, ഭയങ്കര ചേറും ചളിയാണ്. ചേറിനൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ സ്മെല്ല് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചതേ. ഇപ്പോൾ 2 വർഷം ക്ലീൻ ചെയ്യാം, 2 വർഷത്തിൽ ക്ലീൻ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നല്ല ഒരേ ചേറും ചളിയും. അങ്ങനെ നല്ല കലക്കി അതിൽ കോരി നിറയ്ക്കും പാത്രങ്ങളിൽ. എന്നിട്ട് അതിങ്ങനെ വലിച്ച് കയറ്റുക. അതിനെയാണ് ക്ലീനിങ്. കണ്ടോ ഒരേ ചേറും ചളിയും നിറഞ്ഞത്. കറുപ്പ് കളറുള്ള ചളിയാണ് അടിയിൽ നിൽക്കുന്നതാണ്. ഇതൊക്കെ കോരി വൃത്തിയാക്കി നമ്മുടെ കിണർ വൃത്തിയാവും. പിന്നെ നല്ല വെള്ളമാവും ഉണ്ടാവണത്. കണ്ടോ വലിയ വീഡിയോ ആണ്, ചെറുതാക്കി എടുത്താണ് ഞാൻ. അല്ലെങ്കിൽ മുഴുവൻ കാണുമ്പോൾ വലിയ ലെങ്തായും നീണ്ടൊരു വീഡിയോ ആവും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളെ കാണണ്ടുള്ളൂ, എന്തൊക്കെ നടക്കണമെന്നുള്ളത്. കണ്ടോ അവർ നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ കൂടെ. കപ്പിൽ വെള്ളം മുക്കി 4 പറ ഒഴിച്ചു കലക്കി കളയുകയാണ്.
കാണുന്നുണ്ട്, വെളിച്ചം ഉണ്ടാവും കൊണ്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇരുട്ടായാൽ പിന്നെ മൂടൽ മാതിരി കാണില്ല. കുറച്ച് വെളിച്ചം ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരെ കാണുന്നത് ഉള്ളിലേക്ക്. അങ്ങനെ നമ്മുടെ അടിപൊളിയായ കിണർ ക്ലീനിങ് ആണ്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യുക. ആളില്ലെങ്കിൽ വിളിച്ചോളൂ. കിണർ കുഴിക്കാനും കിണർ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. സൂപ്പർ അടിപൊളിയാക്കി തരും. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ. ഇതാ കണ്ടോ ചളി, അങ്ങനെയാണ് ചളി. നല്ല കറുപ്പ് കളർ ചളിയും ചേറും, ഫുള്ളും ചളിയും ചേറാണ്. കണ്ടോ, ഏകദേശം കഴിയാറായി. കുറച്ച് കഷ്ടമായ പണിയാണ്. എന്നാലും കഷ്ടമായാലും നല്ല സൂപ്പറായി നമുക്ക് നല്ല വെള്ളമാക്കാമല്ലോ. പിന്നെ നല്ല വെള്ളമാവുമല്ലോ, വൃത്തിക്കുള്ള വെള്ളമാവും. അതിൽ സന്തോഷം. അങ്ങനെ കഴിഞ്ഞു, എല്ലാം വൃത്തിയായി. ഉള്ളിലുള്ള ആൾ മേപ്പിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിണർ കണ്ടോ വൃത്തിയായില്ലേ, ചിട്ടയായില്ലേ. ഒരു വിധം കാണുന്നുണ്ട് കണ്ടോ. ഞാൻ ചുറ്റി എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്നാലെ കഴിഞ്ഞ അളവിനെ എടുത്തുന്നു. ഇത്രയും ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ ക്ലീനിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കുക്കിംഗ് അല്ല, വീഡിയോ ആണ്, അല്ല കിണർ ക്ലീനിങ് ആണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യമുള്ളവർക്ക് കിണറൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക, നല്ലതാണ്. അടിപൊളി സെറ്റപ്പായി. നമ്മുടെ വലയും നമ്മുടെ കമ്പിയും ഒക്കെ ഇട്ട് അടച്ച് വയ്ക്കുക. നമ്മുടെ കിണറിൻ്റെ മൂടിയാണത്. അതിന് ശേഷം വലയിടും. അതാ ഏണി, അടിയിലുള്ള ഏണീനെയൊക്കെ വലിച്ചെടുത്തു. അങ്ങനെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ സൂപ്പർ അടിപൊളിയായില്ലേ. വീണ്ടും കമ്പീനൊക്കെ നേരെ കറക്റ്റാക്കി വെച്ചു. കണ്ടോ, അടിപൊളി സെറ്റായ കിണർ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാം സെറ്റാക്കി വയ്ക്കുകയാണ്. എല്ലാം കഴിഞ്ഞു.